പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച രാഷ്ട്രീയ അട്ടിമറി കേരള രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. അരനൂറ്റാണ്ടിലേറെ കാലം ഒരു ഗ്രാമത്തിന്റെ രാഷ്ട്രീയ ജീവിതാവസ്ഥയെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുകയും സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ നിർണായക ശബ്ദമായി നിലകൊള്ളുകയും ചെയ്ത എ.വി. ഗോപിനാഥിന്റെ അപ്രതീക്ഷിത തോൽവിയാണ് ഇവിടെ സംഭവിച്ചത്. ഇത് കേവലം ഒരു വാർഡിലെ പരാജയമല്ല, മറിച്ച് ദീർഘകാലം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഒരു പഞ്ചായത്തിലെ തലമുതിർന്ന നേതാവ് നടത്തിയ അഹന്തയുടെയും പാളിച്ചകളുടെയും രാഷ്ട്രീയ പ്രതിഫലനമാണ്. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ 9ാം വാർഡായ ബമ്മണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ.വി. ഗോപിനാഥിന് നേരിട്ട പരാജയം ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയായി കണക്കാക്കപ്പെടുന്നു. 25 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച 42 വർഷത്തിനിടെ സംവരണമായി മാറിയ 3 അവസരങ്ങളും ഒഴികെ മുഴുവൻ കാലവും പഞ്ചായത്തിനെ നയിച്ച ഗോപിനാഥിനെതിരെയുള്ള ജനവിധി തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ച CPM ഉൾപ്പെടെ ഇടതുപക്ഷ മുന്നണി രംഗത്തുണ്ടായിരുന്നു. 18 സീറ്റുകളുള്ള പഞ്ചായത്തിൽ 11 സീറ്റുകളിൽ LDFും ബാക്കി 7 സീറ്റുകളിൽ CPMും മത്സരിച്ചു. ഇടതുപക്ഷത്തിന്റെ പരോക്ഷമായ പിന്തുണയുണ്ടായിട്ടും തന്റെ സ്വന്തം വാർഡിൽ ഗോപിനാഥിന് വിജയിക്കാനായില്ല. വാർഡിലെ ഫലം എന്നത് വിജയ് രതീഷ് KR കോൺഗ്രസ് 420 വോട്ടുകൾ, പരാജയപ്പെട്ടയാൾ എ.വി. ഗോപിനാഥ് LDF 285 വോട്ടുകൾ. 135 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രതീഷ് KR വിജയിച്ചപ്പോൾ പെരിങ്ങോട്ടുകുറിശിയിലെ ഉമ്മൻചാണ്ടി എന്ന വിശേഷണം ഉണ്ടായിരുന്ന എ.വി. ഗോപിനാഥ് എന്ന നേതാവിന്റെ വ്യക്തിഗത പ്രഭാവത്തിന് മങ്ങലേറ്റു. ഈ പരാജയം ഗോപിനാഥിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ ഒരു പ്രതിസന്ധിയുടെ സൂചനയായി മാറുകയാണ്. എ.വി. ഗോപിനാഥിന്റെ തോൽവിക്ക് പിന്നിൽ ഒറ്റപ്പെട്ട ഒരു കാരണമല്ല, മറിച്ച് കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ അപ്രമാദിത്വത്തോടുള്ള സമീപനവുമാണ്. ഗോപിനാഥിനെ കോൺഗ്രസ് വിടുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ 2009 ആരംഭിക്കുന്നു. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ സതീശൻ പാച്ചേനി MP രാജേഷിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ DCC അധ്യക്ഷൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. അതോടെ പാർട്ടി നേതൃത്വവുമായുള്ള അകലം വർദ്ധിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് ലക്ഷ്യം വെച്ച് ഗോപിനാഥ് നടത്തിയ നീക്കം പരാജയപ്പെട്ടു. ഇതാണ് പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം ശക്തമായി ഇടയുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകം. K. സുധാകരന്റെ ഇടപെടൽ അന്നത്തെ പാർട്ടി വിടൽ തടഞ്ഞെങ്കിലും DCC പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്താണ് അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തിയത്. 2023 DCC ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ തർക്കം രൂക്ഷമാവുകയും തുടർന്ന് നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കുകയും ചെയ്തു. 42 വർഷം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിന്റെ ഭരണം നിയന്ത്രിച്ച ഗോപിനാഥിന് അവിടെ ഒരു ഏകാധിപതിയുടെ പരിവേഷമുണ്ടായിരുന്നു. പഞ്ചായത്തിലെ ഭരണം കോൺഗ്രസിന്റെ A ഗ്രൂപ്പിനോ I ഗ്രൂപ്പിനോ ഉള്ള ക്രെഡിറ്റ് അല്ല, മറിച്ച് എ.വി. ഗോപിനാഥ് എന്ന നേതാവിന്റെ വ്യക്തിഗത മികവായിരുന്നു നൽകിയത്. ഈ വിശ്വാസം താൻ പാർട്ടി വിട്ടാലും തുടരുമെന്ന ഗോപിനാഥിന്റെ കണക്കുകൂട്ടലാണ് തെറ്റിയത്. തന്റെ രാഷ്ട്രീയ കരുത്ത് ചോർന്നിട്ടില്ലെന്നും പല കോൺഗ്രസ് അനുഭാവികളുടെ വോട്ടും മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ ഈ അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. വിശ്വസ്തത എന്ന രാഷ്ട്രീയ മൂല്യം, പാർട്ടിയോടുള്ള കൂറ് എന്നിവയെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെക്കാൾ വലുതാണെന്ന് പെരിങ്ങോട്ടുകുറിശിയിലെ വോട്ടർമാർ തെളിയിച്ചു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്നു. 1979 മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന പഞ്ചായത്താണിത്. ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് ഇതിനോടൊപ്പം നിലകൊള്ളുന്ന തരൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ലീഡ് ലഭിക്കാറുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണം കോൺഗ്രസിനൊപ്പമാണ്. ഈ ട്രെൻഡ് ഇത്തവണയും തുടരുമെന്ന സൂചനയാണ് ഫലങ്ങൾ നൽകുന്നത്. പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന്റെ കൈകളിലായിരിക്കുമ്പോൾ അതിനെ നയിച്ചിരുന്ന നേതാവ് പാർട്ടി വിട്ട് എതിർചേരിയിൽ മത്സരിച്ചപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രസ്ഥാനത്തോടുള്ള കൂറാണ്. കോൺഗ്രസിനെ തോൽപ്പിച്ച് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള ഗോപിനാഥിന്റെ ശ്രമം ഇവിടെ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരാജയം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ബാധിക്കുന്നതാണ്. 18 സീറ്റുകളുള്ള പഞ്ചായത്തിൽ ഗോപിനാഥിന്റെ പരാജയം ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നു. കോൺഗ്രസും BJPയും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൽ തൂക്ക് ഭരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മുൻപ് ഗോപിനാഥിന്റെ വ്യക്തിഗത ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് വ്യക്തമായ ഭരണം ലഭിച്ചിരുന്നു. ആ സുസ്ഥിരത ഇത്തവണ ഇല്ലാതായിരിക്കുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഈ പരാജയത്തോടെ കടുത്ത പ്രതിസന്ധിയിലായി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുൻ മന്ത്രി A.K. ബാലനുമായും ഗോപിനാഥ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അടുത്തിടെ അദ്ദേഹം LDFുമായി സഹകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലെ പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്നു. ഒരു പ്രാദേശിക നേതാവായി പോലും ഇനി നിലനിൽക്കാൻ അദ്ദേഹത്തിന് എളുപ്പമാകില്ല. ഗോപിനാഥിനെ പോലെ ശക്തനായ ഒരു പ്രാദേശിക നേതാവ് വിട്ടുപോയെങ്കിലും തങ്ങളുടെ പരമ്പരാഗത കോട്ട നിലനിർത്താൻ കഴിഞ്ഞത് കോൺഗ്രസിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇത് പ്രാദേശിക
പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ സംഘടനാശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാത്രമല്ല, ഗോപിനാഥിന്റെ IDF ഗ്രൂപ്പിന്റെ കരുത്ത് ചോർന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു. കോൺഗ്രസ് നേതാവുമായി ഇടഞ്ഞ് പുറത്തുപോയ ഗോപിനാഥിനെതിരെയുള്ള ജനവിധിയായി ഇതിനെ പാർട്ടിക്ക് ഉയർത്തിക്കാട്ടാനും സാധിക്കും. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലവും ചർച്ചാവിഷയമാവുന്ന ഒരു ചോദ്യമായി അടിവരയിടുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ വലുത്, അതോ വ്യക്തിഗത താരപരിവേഷം നേടിയ നേതാവാണോ? ഗോപിനാഥ് എന്ന അധികായനായ നേതാവ് പാർട്ടി വിട്ടിറങ്ങിയിട്ടും കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട തകരാതെ നിലനിന്നു. കൃത്യമായി പറഞ്ഞാൽ 1979 മുതൽ കോൺഗ്രസിനൊപ്പം ഉറച്ചുനിന്ന പഞ്ചായത്ത് ഇത്തവണയും അത് തുടർന്നു. ഇത് വ്യക്തിഗത മികവിനേക്കാൾ പ്രസ്ഥാനത്തോടുള്ള രാഷ്ട്രീയ കൂറ് നിലനിർത്താൻ പ്രാദേശിക വോട്ടർമാർ തയ്യാറായി എന്നതിന്റെ തെളിവാണ്. AV ഗോപിനാഥിന്റെ രാഷ്ട്രീയ കരുനീക്കം പാളിയ ഈ സാഹചര്യം വ്യക്തിഗത ജനപ്രീതിയെ മാത്രം ആശ്രയിച്ച് രാഷ്ട്രീയ നിലനിൽപ്പ് സാധ്യമാവില്ല എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ അപ്രതീക്ഷിത പതനം ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ ചരിത്രമുള്ള പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഇനി ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിലേക്കായിരിക്കും നയിക്കുക.